പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരാ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിട്ട് ആ റൊട്ടി ഒന്ന് കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു പോയ ഈ സമുദായത്തിന്റെ കുരുന്നിനെ കുറിച്ച് വായിക്കുകയോ കാണുകയോ ചെയ്തപ്പോൾ അന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറക്കു വന്നത്? പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരുമ്പോൾ പരിശുദ്ധ ഖുർആനിനോട് നമ്മൾ ചോദിക്കണം, പരിശുദ്ധമായ റമളാൻ എന്തിനാണ് നമ്മളിലേക്ക് വരുന്നത്? എന്താണ് റമളാൻ ഇഷ്ടപ്പെടുന്ന വിഭവം ഏതാണ്? ഏതൊക്കെ പലഹാരങ്ങളാണ് റമളാൻ എന്ന മഹത്തായ അതിഥിക്ക് നൽകേണ്ടത്? അതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ പൊതുവായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യൻ അന്നപാനീയങ്ങളിൽ നിന്ന്, ശാരീരിക വികാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹുവിന് വേണ്ടി വിശപ്പ് അനുഭവിക്കുക എന്നതാണ് നോമ്പിന്റെ വലിയ പ്രധാനപ്പെട്ട ഭാഗം. അല്ലാഹുവിന് വേണ്ടി വിശപ്പ് അനുഭവിക്കുക. ഓ പ്രിയമുള്ളവരെ, നമ്മൾ വിശപ്പ് അനുഭവിക്കുമ്പോഴാണ് അത് നോമ്പായി മാറുന്നത്. ഏതു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? ബില്യൺ കണക്കിന് ആളുകൾ, ലോകത്ത് ബില്യൺ കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ നിലവിളിക്കുന്ന ഒരു കാലത്ത് നമ്മൾ അവരുടെ ഗതി അറിയാനുള്ള വിശപ്പ് അനുഭവിക്കലാണ്. നമ്മൾ വിശപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മാസത്തിലെ പകല് മാത്രമാണ് നമ്മൾ വിശപ്പ് അനുഭവിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ, അതാ എത്രയോ നാളായി നല്ല ഒരു ഭക്ഷണം കിട്ടിയിട്ട് അങ്ങനെ തെരുവോരങ്ങളിൽ നടക്കുന്ന എത്രയെത്ര പാവങ്ങളുണ്ട്. ലോകത്തെ കണക്കനുസരിച്ച് മില്യൺ കണക്കിന് കുഞ്ഞുങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓർക്കാനുള്ള മാസമാണ് റമളാൻ. ഈ റമളാൻ വരുമ്പോൾ നമുക്ക് വേറെയും ചില ഓർമ്മകളുണ്ട്. അത് ഓർമ്മയല്ല, വർത്തമാനമാണ്. നമ്മൾ സന്തോഷത്തോടെ റാഹത്തായി നഗരിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വായിച്ച ഒരു വാർത്തയില്ലേ? അതാ മാസങ്ങളായി യുദ്ധം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മാസങ്ങളായി നല്ല ഒരു ഭക്ഷണം കിട്ടാത്ത പാവങ്ങളായ മക്കൾ ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ ട്രക്കിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പൊതി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി അതാ മാസങ്ങളായി നല്ല ഒരു ഭക്ഷണം കിട്ടിയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമല്ല, ഏകപക്ഷീയമായി വംശനശീകരണത്തിന് വേണ്ടി ഇസ്രയേലുകാരന്റെ ജൂത പരിശയുടെ മാരകായുധങ്ങൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ഗസയുടെ മണ്ണിലെ കുരുന്നുമക്കൾ ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി, ഒരു 4 റൊട്ടിക്ക് വേണ്ടി, ബ്രെഡിന് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഭക്ഷണത്തിന്റെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് കൊന്നുകളഞ്ഞില്ലേ ആ കുഞ്ഞുമക്കളെ? അവര് വിശപ്പോടെ മരിച്ചു പോയില്ലേ? അവര് വിശപ്പോടെയാണ് മരിച്ചുപോയത്. അവർക്ക് വേണ്ടി അവിടെ നീട്ടിയിരുന്ന, കൊണ്ടുവച്ചിരുന്ന റൊട്ടിയിലേക്ക് ചിതറിച്ച ശരീരത്തിൽ നിന്ന് രക്തമാണ് വന്ന് പതിച്ചത്.
പിറ്റേന്ന് മീഡിയകളിലേക്ക് വന്നത് അതേ ചോര കൊണ്ട് നനഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പൊതികളല്ലേ നമ്മൾ കണ്ടത്. ഈ ഒരു കാലത്ത് നമ്മൾ വിശപ്പിനെ കുറിച്ചൊന്ന് രുചിച്ച് ആ ക്യൂവിൽ നിന്ന് കുഞ്ഞിന്റെ വേദനയിലേക്ക് നമ്മളൊന്ന് ചേരേണ്ട സമയമല്ലേ സഹോദരാ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ വളരെ വിനീതമായി എന്നോടും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ഉറക്ക നഷ്ടപ്പെട്ട വല്ല രാത്രിയും ഉണ്ടോ? ഏതെങ്കിലും ഒരു വിഷമം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് ഇന്ന ടെൻഷൻ കൊണ്ട് ബേജാറ് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന അനുഭവമുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? മാഷാ അല്ലാഹ്, നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞു എന്നത്, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു എന്നത് അനുഗ്രഹമാണ്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരാ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിട്ട് ആ റൊട്ടി ഒന്ന് കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു പോയ ഈ സമുദായത്തിന്റെ കുരുന്നിനെ കുറിച്ച് വായിക്കുകയോ കാണുകയോ ചെയ്തപ്പോൾ അന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറക്ക് വന്നത്? കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കണ്ടപ്പോൾ ഏറെ നേരം ഇരുന്ന് ആലോചിച്ച് കരഞ്ഞുപോയി. മറ്റൊന്നുമല്ല, ഗസയിലെ ഒരു കുഞ്ഞുമോന്റെ പള്ളയില് പാറ വെച്ച് കെട്ടുന്ന ഒരു ചിത്രം വന്നപ്പോൾ മനസ്സ് പറന്നുപോയത് മദീനയിലേക്കാണ്. ലോക ഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ അതാ കിടങ്ങ് കീറുന്ന നേരത്ത് അരയിൽ നേരെ നിൽക്കാൻ വേണ്ടി പാറ വെച്ച് കെട്ടിയ അനുഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നേരം പോലും അങ്ങനെ ഒരു വിശപ്പിന്റെ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ ഫലസ്തീനിലെ ഓമന മക്കള്, ഉമ്മമാരെ, നിങ്ങൾ നൊന്ത് പെറ്റിട്ട് നിങ്ങളുടെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന കുഞ്ഞുമക്കളില്ലേ, അതുപോലെയുള്ള കുരുന്ന മക്കളല്ലേ ഫലസ്തീനിന്റെ മണ്ണിൽ പൊട്ടിത്തെറിച്ച് വീണു പോകുന്നത്? അവരല്ലേ ഒരു പൊതിച്ചോറിന് വേണ്ടി നിന്നപ്പോ ഇസ്രയേലുകാരന്റെ മാരകായുധം വന്ന് പതിച്ച് ചിതറിത്തെറിച്ചു പോയത്? അത് വായിക്കുകയും അറിയുകയും അതിന്റെ ചിത്രങ്ങൾ വരികയും ചെയ്തപ്പോ അന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിഞ്ഞത്? ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നോവ്. അതെല്ലാം കണ്ടിട്ടും നമുക്ക് ഉറക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെ ഒരു ഭാഗത്ത് പാവപ്പെട്ട 30,000-ലേറെ ആളുകളെ മുസ്ലിങ്ങളായതിന്റെ പേരിൽ ഇസ്രയേലുകാരൻ കശാപ്പ് ചെയ്ത് കളഞ്ഞത് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനസ്സ് നോവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അല്ലാഹുവിന് വേണ്ടി നൂറ്റാണ്ടുകൾ സുജൂദ് ചെയ്ത് ആളുകൾ റബ്ബിലേക്ക് നിസ്കാരം നിർവഹിച്ച പള്ളി മുഴുവനും തച്ചു തകർത്തിട്ട് മറ്റൊരു വിശ്വാസത്തിന്റെ ആരാധനാലയം അതിന്റെ മേൽ സ്ഥാപിച്ചപ്പോൾ പ്രിയമുള്ള ഉപ്പ, അന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിഞ്ഞത്? പ്രിയമുള്ള സഹോദര, അന്നെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനമുണ്ടായത്? അന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത്? റബ്ബിന്റെ ഭവനം തച്ചു തകർത്ത് തരിപ്പണമാക്കിയിട്ട് ശിർക്കിന്റെ കുടീരം അവിടെ സ്ഥാപിച്ച അന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വേദനയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായോ? ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾക്ക് മുടങ്ങിയോ? അതുകൊണ്ട് ഒരു 5 മിനിറ്റത്തെ ഉറക്കെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായോ? ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്? മനസ്സിരുത്തിയിട്ട് ആലോചിക്കണം. അങ്ങനെ ഒരു നോവില്ലെങ്കിൽ ഇവിടെ പരിഹാരമുണ്ടാവില്ല. തകർത്ത് കളയപ്പെടുന്ന പള്ളികളുടെ പേരിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ നൊമ്പരമില്ലാത്തിടത്തോളം കാലം ഇവിടെ പരിഹാരമുണ്ടാവില്ല.
പൊട്ടിത്തെറിച്ചു വീഴുന്ന കുരുന്നു മക്കൾക്ക് വേണ്ടി മനസ്സ് ഇടറിക്കൊണ്ട് ഉയരുന്ന കരങ്ങളില്ലാത്തിടത്തോളം കാലം ഇവിടെ പരിഹാരമുണ്ടാവില്ല. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ ഏത് ഘടനയിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ഇവിടെയാണ് റമളാൻ വിശപ്പൊന്ന് രുചിക്കാൻ തരുന്ന മാസമാണ്. അപ്പോഴെങ്കിലും നീ അറിയണം, ഫലസ്തീനിലെ മക്കൾക്ക് എത്ര നാളായി നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് ആ വിശപ്പ് എങ്ങനെയായിരിക്കണം എന്ന് അറിയാൻ വേണ്ടിയാണ് മോനെ ചെറിയൊരു വിശപ്പിന്റെ രുചി നിനക്ക് തരുന്നത്. പക്ഷേ റമളാനിലും വിശപ്പറിയാത്തവരായി നമ്മൾ മാറിപ്പോവുകയാണ്. റമളാനിൽ നമുക്ക് വിശപ്പറിയുന്നുണ്ടോ? റമളാനിൽ നമ്മൾ വിശപ്പറിയാത്ത പോലെയാണ്. രാവിലത്തെ നാസ്തയ്ക്ക് പകരം സുബഹിക്ക് മുമ്പ് നന്നായി ഭക്ഷണം കഴിച്ചു. ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം മുടങ്ങി. അതിന് പകരം മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെ ഒരു 3 നേരം ഭക്ഷണം കഴിച്ചു. വിശപ്പറിയുന്ന നോമ്പുകാർ ഇവിടെയുണ്ടോ? നമ്മൾ ഈ റമളാനിൽ വിശപ്പറിയണം. ആ വിശപ്പിലൂടെയാണ് നമ്മളോടൊപ്പമുള്ളവർ ഒരുപാട് രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ, എന്തിനേറെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് സാധുക്കളായ ഞങ്ങൾ കഴിഞ്ഞ 2 യാത്രകളിൽ എന്നോടൊപ്പം ജാബിർ സഖാഫിയും ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലേക്ക് ഒരു 100 പൊതി ഭക്ഷണവും കൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പോ അതിനു വേണ്ടി കടന്നു വരുന്നത് 500 പേരാണ്, 600 പേരാണ്. ഒരു പൊതി ചോറിന് വേണ്ടി അടിപിടി കൂടുന്ന കുരുന്നുകൾ, പ്രായമുള്ളവർ, ഉമ്മമാര്, ഉപ്പമാര് ഇന്നും നൊമ്പരപ്പെട്ടൊരു നല്ല ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാലത്ത് എനിക്കും നിങ്ങൾക്കും വിശപ്പടക്കാനുള്ള ഭക്ഷണം തന്ന അല്ലാഹ് അവനെ അറിയാനുള്ള മാസമാണ് റമളാൻ. അവരെ അറിയാനുള്ള മാസമാണ് റമളാൻ. ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, 2 ആഴ്ച ആയിട്ടില്ല, ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബംഗാളിലും ബീഹാറിലും വിവിധ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ജാബിർ സഖാഫി ഇവിടെ പറഞ്ഞു, എനിക്കറിയില്ല, ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടാൻ വരുന്നത് ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ടല്ല, വിശപ്പ് സഹിക്കാൻ വയ്യാത്ത കുരുന്നുകൾ, ബാല്യങ്ങൾ ഒരു നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഒരു പൊതിച്ചോറിന് വേണ്ടി, ഒരു അരപ്പൊതി ബിരിയാണിക്ക് വേണ്ടി തല്ലുകൂടുന്ന പാവങ്ങളെ കാണുമ്പോഴാണ് മാഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. സാധുക്കളായ നമ്മൾ ആ ബംഗാളിലെ കുരുന്നുകൾക്ക് വേണ്ടി, യതീമുകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി അവിടെ നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നു. കേവലം 2-2.5 ലക്ഷം രൂപയുടെ വീടാണ്. കേവലം 2 മുറി, അത് കെട്ടി തേച്ച് ഷീറ്റ് കൊണ്ട് മേഞ്ഞ് റൂഫിട്ട് കൊടുക്കുമ്പോൾ അതവർക്ക് കൊട്ടാരമാണ്. 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞു, ഞാനും ഒരു വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആ വീടിന്റെ പ്ലാൻ ഇട്ട് കൊടുത്തു. വെറും 2 മുറി, ഒരു ചെറിയ കോലായ, മേലെ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നു. 2.5 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഒരു വീടിന്, നമ്മുടെ വീട്ടിലെ വാഷ്റൂമിന് എത്ര ചെലവായി എന്ന് ആലോചിക്കണേ ഉമ്മ. അപ്പൊ ആ പ്ലാൻ സ്വീകരിച്ച ചെറുപ്പക്കാർ ആളെന്നോട് ചോദിച്ചു, ഇതിൽ ബാത്റൂം ഇല്ലല്ലോ, കിച്ചൺ ഇല്ലല്ലോ. അതുപോലും ഇല്ലെങ്കിലും അതവർക്ക് കൊട്ടാരമാണ്. അവര് മുറ്റത്തൊരു 3 കല്ല് വെച്ചിട്ടാണ് നിത്യേന അവര് പാചകം ചെയ്യുന്നത്. അവർക്ക് കിച്ചൺ എന്ന് പറയാനില്ല. ചില ഗ്രാമങ്ങളിലേക്ക് ഒരുപാട് വീട്ടുകാർക്ക് വേണ്ടി കൊടുക്കുന്ന പൊതു ടോയ്ലറ്റുകളാണ് അവർക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു കാലത്ത് അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാസം തന്നത് പാവങ്ങളുടെ ജീവിതം അറിയാനാണ്.
കുതിബ അലൈക്കുമുസ് സിയാം, പരിശുദ്ധ റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, മുൻഗാമികളായ ജനങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീകളാകാൻ വേണ്ടിയാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാവാൻ, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ നിങ്ങൾക്ക് നിയമമാക്കിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിനെ അറിയാനാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനിലേക്ക് അടുക്കാനാണ് പരിശുദ്ധമായ റമളാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴേ റമളാനിനെ സ്വീകരിച്ചു എന്ന് പറയാനാവൂ. ഞാനൊരു കഥ പറയട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഏട് സ്വഹീഹുൽ ബുഖാരിയിലെ 6087ാമത്തെ ഹദീസ്. ആ ഹദീസ് ഉൾക്കൊള്ളുന്ന അധ്യായത്തിന് ഇമാം ബുഖാരി തങ്ങൾ കൊടുത്ത ഹെഡിങ് എന്താണ്? കൈഫ കാന ഐഷുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ദർ എന്നവർ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇൻ കുൻതു ലഅതമിദു ബികബ്ദി അലൽ അർളി മിനൽ ജൂ. ചിലപ്പോ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാറില്ല, അപ്പൊ ഞാൻ നിലത്ത് കിടന്നിട്ട് ഉരുണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വിശപ്പ് തീരെ സഹിക്കാൻ കഴിയണില്ല. എത്ര നാളായി നല്ല ഒരു ഭക്ഷണം കിട്ടിയിട്ട്. ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ചിലപ്പോൾ താങ്ങാൻ കഴിയാത്ത വിശപ്പാണ്. വൈൻ കുന്തു ലഅശുദ്ദുൽ ഹജറ അലാ ബത്നി മിനൽ ജൂ. ചിലപ്പോ വിശന്നിട്ട് പാറക്കഷ്ണമെടുത്ത് ഞാൻ കെട്ടിവെക്കും. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ ശിഷ്യനായി ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സ്വഹാബി പറയാണ്, വിശന്നിട്ട് പാറയെടുത്ത് കെട്ടിവെക്കും. ഇതാണ് പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമോന്റെ പള്ളയിൽ പാറ വെച്ച് കെട്ടുന്ന ഒരു ചിത്രം ഫലസ്തീനിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മീഡിയയിൽ വന്നപ്പോൾ ഇന്നാ ലില്ലാഹ്, ഏതൊരവസ്ഥയിലൂടെയാണ് ആ പവിത്രമായ ഖുദ്സിന്റെ മണ്ണ് കടന്നു പോകുന്നത്. എത്ര വേദനയിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുള്ള മക്കൾ കഴിയണത് എന്ന് ആലോചിച്ചു നോക്കിയപ്പോൾ കുറച്ചു നേരത്തേക്കൊന്നിനും കഴിഞ്ഞില്ല. എന്തൊരു വേദനയായിരിക്കും അത്, എന്തൊരു വിശപ്പായിരിക്കും അത്. ആ ഫോട്ടോയിൽ കണ്ട കുഞ്ഞുമോന് എന്റെ പൊന്നുമോന്റെ പ്രായമേ കാണൂ. ഓ ഉമ്മമാരെ, നിങ്ങളെപ്പോലെയുള്ള ഉമ്മ പെങ്ങന്മാരാണ് ആ പരിശുദ്ധമായ ഭൂമിയിൽ അരുങ്കൊല ചെയ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു പോയിട്ട് ശരിക്കൊരു സംസ്കരണം പോലും ലഭിക്കാതെ കിടക്കുന്ന സഹോദരിമാർ. ആ ഫലസ്തീനിലെ മക്കളെ ഓർത്തിട്ട് ഒരു സെക്കൻഡെങ്കിലും കരഞ്ഞ എത്ര പേരുണ്ട് ഈ സദസ്സിൽ? അവരുടെ വിശപ്പിനെ ഓർത്തൊന്ന് ആകുലപ്പെട്ട് അവരുടെ മോക്ഷത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്ത എത്ര പേരുണ്ട്? നമുക്കിന്ന് വയലിന് വരാൻ നേരില്ല.
ജുമഅക്ക് വരാൻ നേരമില്ല. ജുമഅക്ക് വന്നാൽ അവിടെ ദുആ കഴിയുന്നവരെ ഇരിക്കാൻ നേരമില്ല. ഇവിടെയാണ് പരീക്ഷണത്തിന്റെ തീജ്വാലകൾ വന്ന് വീഴാൻ പോണത്. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ മാനിക്കാൻ നേരമില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ മേൽ വന്ന് വീഴാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ പരീക്ഷണമായിരിക്കും. അന്ന് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കരയാൻ ലോകത്താരും ഉണ്ടാവൂല. ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കരയാനും അവരുടെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്കും നിങ്ങൾക്കും നേരമില്ലെങ്കിൽ നാളെ നമുക്കൊരു ദുരന്തം വന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടി ആരാണൊന്ന് ദുആ ചെയ്യാനുണ്ടാവുക? ആരുണ്ടാവില്ല. നമുക്ക് ഫലസ്തീനിലത് ഫലസ്തീനിൽ, യുപിയിലത് യുപിയില്, ബംഗാളിലത് ബംഗാളിലത്, കുറച്ച് കഴിയുമ്പോൾ പുറത്തുള്ളവർ പറയും കേരളത്തിലത് കേരളത്തിൽ. നമ്മുടെ ഉള്ളിലേക്ക് അവരുടെ നോവുകൾ പടരണം. നമ്മുടെ ചിന്തയിലേക്ക് അവരുടെ വിശപ്പുകൾ കടന്നു വരണം. നമ്മുടെ പ്രാർത്ഥനയിലെങ്കിലും അവരുടെ ഒരിടം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. അതിനുപോലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ മനുഷ്യന്മാർ? പ്രിയമുള്ളവരെ ഒന്നറിയണേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ചിലപ്പോൾ വിശപ്പോണ്ട് നിലത്ത് കിടന്ന് ഉരുളേണ്ടി വരും, ചിലപ്പോ കല്ലെടുത്ത് ഇങ്ങനെ കെട്ടിവെക്കും. വലഖദ് ഖഅത്തു യൗമൻ അലാ ത്വരീഖിഹിം അല്ലദീ യഖ്റുജൂന മിൻ, ഒരു ദിവസം ഞാൻ ജനങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ അങ്ങനെ ഇരുന്നു. ഫമറ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുവഴി കടന്നുപോയി. ഫസഅൽതു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അപ്പൊ ഞാൻ സിദ്ദീഖ് തങ്ങളോട് ഖുർആനിലെ ഒരായത്തിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഖുർആനിലെ ഒരായത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എന്റെ ക്ഷേമാന്വേഷണം നടത്തി എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം തന്നേക്കാം എന്ന നിലക്കാണ് ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരായത്തിനെ കുറിച്ച് ചോദിച്ചത്. പക്ഷേ മഹാനവറുകൾക്ക് ഞാൻ ചോദിച്ചതിന്റെ താല്പര്യം മനസ്സിലായില്ല. അവിടുന്ന് കടന്നുപോയി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്റെ അടുത്തുകൂടി കടന്നുപോയി. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അപ്പോൾ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആനിൽ നിന്നുള്ള ഒരായത്ത് ചോദിച്ചു. ഞാൻ ഉമർ എന്നവരോടും ആ ചോദ്യം ചോദിച്ചത് എന്റെ വിശപ്പടക്കാനുള്ള വല്ല ഇടപെടലും കിട്ടിയേക്കാമെന്ന നിലക്കാണ്. ഫമറ വലം യഫ്അൽ, അപ്പോൾ മഹാനവറുകളും കടന്നുപോയി, അതുണ്ടായില്ല. സുമ്മ മറ ബി അബുൽ ഖാസിം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നു. ഫതബസ്സമ ഹീന റആനി, എന്നെ കണ്ടപ്പോൾ തന്നെ അങ്ങ് പുഞ്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. അതുവരെ സ്വഹാബികളോട് പലരോടും ഞാൻ ആയത്തുകൾ ചോദിച്ചു, അവര് കടന്നുപോയി എന്നല്ലാതെ എന്റെ അവസ്ഥ അവർക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ടപാടെ ഒന്ന് പുഞ്ചിരിച്ചു. വഅറഫ മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി, എന്റെ ഉള്ളിലുള്ളത് എന്താണ്, എന്റെ മുഖത്ത് നെടിലിക്കുന്നത് എന്താണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ചോദിച്ചു, യാ അബാഹിർ, അല്ലയോ മോനെ അബൂ ഹുറൈറ. ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, വരൂ മോനെ അബൂ ഹുറൈറ, എന്റെ കൂടെ വരൂ.
വമളാ ഫത്തബഅതുഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി, ഞാൻ പിന്നാലെ സഞ്ചരിച്ചു. അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചു, എന്നെ വീട്ടിലേക്ക് കടത്തി. ഫവജദ ലബനൻ ഫീ ഖദഹിൻ. അവിടുന്ന് ഒരു പാത്രത്തിൽ പാലുണ്ട്, ഒരു പാൽപാത്രമുണ്ട് അവിടെ. അപ്പോൾ ചോദിച്ചു, മിൻ ഐന ഹാദൽ ലബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാരോട് ചോദിച്ചു, എവിടുന്നാണ് ഈ പാല് കിട്ടിയത്? ഖാലു വഹദാഹു ലക ഫുലാനുൻ ഔ ഫുലാന. ഇവിടെ ഒരു സഹോദരനോ സഹോദരിയോ തങ്ങൾക്ക് വേണ്ടി സമ്മാനം കൊണ്ടുവന്നതാണ്. ആ പാൽപാത്രം അവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയെ വിളിച്ചു, യാ അബാഹിർ. അപ്പോഴും അബൂ ഹുറൈറ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്. ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു നബിയേ. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അബൂ ഹുറൈറ, ഇൽഹഖി ഇലാ അഹ്ലി സുഫ. അതാ പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങൾ ഉണ്ടല്ലോ, അഹ്ലി സുഫ, ഫദ്ഉഹും ലീ. അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് വരൂ മോനെ. വഅഹ്ലു സുഫത്തി അളിയാഫുൽ ഇസ്ലാം. ദർസ് പഠിക്കുന്ന കുട്ടികൾ മുസ്ലിങ്ങളുടെ അതിഥികളാണ്. അന്നത്തെ പള്ളി ദർസിലെ കുട്ടികളാണ് അഹ്ലു സുഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ താമസിച്ച് പഠിച്ച മുതഅല്ലിമീങ്ങൾ പാവങ്ങളായ മുതഅല്ലിമുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സ്വഹാബികളായ മുതഅല്ലിമീങ്ങളാണ്. അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അവര് പ്രത്യേക സമ്പാദ്യത്തിന് സമയം കണ്ടെത്തുന്നവരല്ല, അവര് ഇൽമിന് വേണ്ടി കഴിയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ആ മുതഅല്ലിമീങ്ങളെ ഒക്കെ വിളിച്ചുകൊണ്ട് വരാൻ. ഫസാഅനി ദാലിക. അപ്പൊ എനിക്ക് മനസ്സിൽ ഒരു അനിഷ്ടം പോലെ. കാരണം വമാ ഹാദൽ ലബനു ഫീ അഹ്ലി സുഫ കുന്തു അഹഖു അൻ നുസീബ മിൻ ഹാദൽ ലബനി ശർബതൻ. അതാ അറിയുമോ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ചിന്തിച്ചു, ഞാൻ ആ മുതഅല്ലിമീങ്ങളൊക്കെ വിളിച്ചോണ്ട് വന്നാൽ എനിക്കാണല്ലോ ഇപ്പൊ വിശന്നിട്ട് തീരെ വയ്യാത്തത്, എനിക്കാണല്ലോ ആ പാല് കിട്ടേണ്ടത്. പിന്നെ എനിക്ക് കിട്ടുമോ ഇതിൽ നിന്ന്? ആ മുതഅല്ലിമീങ്ങളെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ഇനി അവരെ കൂടി വിളിച്ചാൽ എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോയിട്ട് വിളിച്ചു വരാം. വലം യകും മിൻ ത്വാഅത്തില്ലാഹി വത്വാഅത്തി റസൂലിഹി ബുദ്ദുൻ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നിടത്ത് അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയി അവരെ വിളിച്ചു കൊണ്ടുവരാം. മദീനത്തെ പള്ളിയോട് ചേർന്ന് വിശന്നുകൊണ്ട് പിടക്കുന്ന ഒരു മുതഅല്ലിമിന്റെ കഥയാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സഹീഹുൽ ബുഖാരി പറഞ്ഞ വിശപ്പിന്റെ കഥയാണ്. സഹീഹുൽ ബുഖാരിയിൽ വന്ന വിശപ്പിന്റെ കഥയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്ന് നിൽക്കക്കള്ളിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, പോയിട്ട് അതാ വിളിച്ചുകൊണ്ട് വന്നു. ലബ്ബൈക യാ റസൂലല്ലാഹ്. അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദ് ഫഅതിഹിം. ഓ അബൂ ഹുറൈറ, ഈ പാൽപാത്രം എടുത്താ വന്നവർക്കൊക്കെ കൊടുക്കൂ. ഫഅഖൽതു. ഞാൻ ആ പാൽപാത്രം എടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. അവരെല്ലാം വയറു നിറയെ കുടിക്കുകയാണ്. അവസാനം എന്റെ കയ്യിലേക്ക് ആ പാൽപാത്രം വന്നു. തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും വിശന്ന്, എല്ലാവർക്കും ദാഹമടങ്ങി, എല്ലാവർക്കും വിശപ്പടങ്ങി നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാത്രമെടുത്ത് കയ്യിലേക്ക് വെച്ച് എന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് വിളിച്ചു, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, ബഖീതു അന വ അൻത, ഇനി നമ്മൾ രണ്ടുപേരുമല്ലേ ബാക്കിയുള്ളൂ. എന്നാൽ അവിടെ ഇരിക്കൂ മോനെ, ഉഖുദ് വശ്റബ്, അവിടെ ഇരുന്ന് കുടിച്ചോ മോനെ. ഫഖഅത്തു ഫശരിബ്തു, ഞാൻ അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇശ്റബ്, കുടിച്ചോ 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 എന്ന് പറഞ്ഞു. മാ അജിദു ലഹു മസ്ലക, ഞാൻ വീണ്ടും വീണ്ടും കുടിച്ച് ഇനി ഒരിറ്റ് പോകാനിടമില്ലാത്ത വിധം ഞാൻ പള്ള നിറച്ചു, വയറു നിറച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് വിശന്നു കറങ്ങിയ പാവപ്പെട്ട ഒരു സ്വഹാബിയുടെ വിശപ്പിന്റെ നൊമ്പരം പകർത്തി വെച്ചത് വർത്തമാന കാലത്ത് നമ്മൾ ആലോചിക്കാനാണ്, വിശക്കുന്നവരെ തിരിച്ചറിയാനാണ്, നമ്മുടെ പശി അടക്കുന്നതിന് മുമ്പ് അവരുടെ വിശപ്പടക്കാൻ വിചാരമുണ്ടാകാനാണ്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, റമളാൻ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല ആലോചനകൾ വരണം, നല്ല നല്ല വിചാരങ്ങൾ വരണം. അതിനു വേണ്ടിയാണ് റമളാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ അറിഞ്ഞ് അവന്റെ കൽപ്പനകൾ സ്വീകരിച്ച് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾ എപ്പോഴാണോ പാകപ്പെടുന്നത് അതിനു വേണ്ടിയാണ് റമളാൻ. അപ്പൊ റമളാൻ എന്ന അതിഥി വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ വിഭവം ഏതാണ്? അതുകൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാനിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ സദ്യ ഏതാണ്? നമ്മുടെ വീട്ടിലേക്ക് അതാ കാന്തപുരം ഉസ്താദ് വരുന്നു, റഈസുൽ ഉലമ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള വിഭവം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ കാത്തിരിക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ഭക്ഷണം അന്വേഷിച്ച് ഊട്ടാനും വിരുന്നൊരുക്കാനും തയ്യാറാവുന്നില്ലേ? എന്നാൽ മുഅ്മിനീങ്ങളെ, റമളാനിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സദ്യ ഏതാണ്? ഖുർആൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ഖുർആൻ എന്ന വിഭവം ഒരുക്കി വെക്കണം. അതെങ്ങനെയാണ്? ഉള്ള മുഴുവൻ ഓൺലൈൻ ചാനലിലെയും പരിപാടിയുടെ മുമ്പിൽ എത്തിക്കാതിരിക്കാനല്ല, പ്രിയമുള്ളവരെ, മുഴുവൻ ചാനലുകളുടെയും റമളാൻ നിലാവുകളുടെ മുമ്പിൽ ഇരിക്കാനല്ല. നമുക്ക് പരിശുദ്ധ റമളാനിലേക്ക് നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖിറാഅത്തുൽ ഖുർആൻ. ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും പ്രാഥമികമായ ഒരു വിശ്വാസി ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്മാക്കാതെ ഈ റമളാൻ കടന്നു പോകാൻ പാടില്ല. ഏറ്റവും മിനിമം ദിവസം ഒരു 20 or 25 മിനിറ്റ് ഉപയോഗപ്പെടുത്തി ഒരു ജുസ് ഓതി പരിശുദ്ധ റമളാനിൽ ഒരു ഖത്മ തീർക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ വീട്ടിൽ വരുന്ന, നമ്മളിലേക്ക് വരുന്ന ഖുർആനിന് കൊടുക്കുന്ന, റമളാനിന് കൊടുക്കുന്ന ഏറ്റവും ഒരു വെൽക്കം ഡ്രിങ്കാണ് പ്രിയമുള്ളവരെ. ഒരു ജുസ്, ദിവസം ഒരു ജുസ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ വെൽക്കം ഡ്രിങ്ക് ആണ്. ഒരു ദിവസം ഒരു ഖത്മോദിയ മഹാന്മാര് കഴിഞ്ഞുപോയില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക്
പക്ഷേ ഒരു ജുസ് എങ്കിലും ഓതാതെ റമദാനിലെ ഒരു ദിവസവും കടന്നു പോകാൻ പാടില്ല. എത്ര തിരക്കുണ്ടായാലും നമ്മൾ വേണമെന്ന് വെച്ചാൽ ഒരു 25 മിനിറ്റ് ലഭിക്കാത്ത ആരാണുള്ളത്? ഒരു ദിവസം മൊബൈലിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്രയാണ്? ഒരു ദിവസം എത്ര മണിക്കൂറാണ് നമ്മൾ മൊബൈലിൽ ചെലവഴിക്കും? വെള്ളിയാഴ്ച ജുമഅക്ക് വന്ന് പള്ളിയിലിരിക്കുമ്പോഴും മൊബൈല്, വാളെടുക്കുന്നവരെ മൊബൈൽ, വാളെടുത്താലും മൊബൈൽ. ചിലപ്പോൾ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ ചെറുപ്പക്കാരെപ്പോഴും മൊബൈലിലാണ്. ഇത്തഖുല്ലാഹ ഫിൽ ജവ്വാലാത്ത്. എടാ ചങ്ങായി, ആ മൊബൈലൊന്ന് മാറ്റി വെച്ചിട്ട് അള്ളാഹനെ സൂക്ഷിക്കൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക്. അപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ നിസ്കരിക്കുമ്പോഴും നമ്മുടെ വിചാരങ്ങൾ എവിടെയാണ്? ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുള്ളൊരു 2 റക്അത്ത് നിസ്കാരമെങ്കിലും ഈ റമദാനിൽ വേണം. നിസ്കാരം ഉണ്ടായിട്ട് കാര്യം, കേവലമായ നിസ്കാരം ഉണ്ടായിട്ട് എന്ത് കാര്യം? തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. നിസ്കാരം കൊണ്ട് കുറ്റക്കാരായി മാറുന്നവരുണ്ട്. കാരണം എന്തേ? നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് നിസ്കാരത്തിലില്ല, മനസ്സ് പടച്ചവനിലില്ല, മനസ്സ് ഖുർആനിലില്ല, മനസ്സ് പള്ളിയിലില്ല, മനസ്സ് ആരാധനയിലില്ല. അപ്പോഴും നമ്മുടെ മനസ്സ് ചാനലിലാണ്, ചാറ്റിങ്ങിലാണ്, വീഡിയോകളിലാണ്, രാഷ്ട്രീയ വർത്തമാനങ്ങളിലാണ്, സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്, സംവാദങ്ങളെ കുറിച്ചാണ്. നമ്മുടെ കൽബ് എവിടെയോ ആയിട്ട് കൈകെട്ടിയിട്ട് കാര്യമുണ്ടോ? മനസ്സ് അല്ലാഹുവിലേക്ക്, മനസ്സ് റബ്ബിലേക്ക്, മനസ്സ് ഖുർആനിലേക്ക്, പടച്ചവനിലേക്ക് തിരിഞ്ഞ കൽബ് കൊണ്ടേ കാര്യമുള്ളൂ. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണേ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിന്റെ ഏറ്റവും വലിയ വിശേഷം എന്താണ്? അത് ഖുർആൻ അവതരിച്ച മാസമാണ്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ നാളെ ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി വരും, സാക്ഷി നിൽക്കാൻ. സൂറത്തുൽ ബഖറ വന്നിട്ട് പറയും, അല്ലാഹ് എന്നെ പാരായണം ചെയ്ത ആളാണിത്, ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ആലു ഇമ്രാൻ വരും, സൂറത്തുൻ നിസാ വരും, അതുപോലെ സൂറത്തുർ റഹ്മാൻ വരും. നമ്മൾ ഓരോരുത്തരെയും കൈപിടിക്കാൻ ഖുർആൻ വരും, മനസ്സിരുത്തിയിട്ട് ഖുർആൻ ഓതിയാൽ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും ഓതാത്ത ഒരു മനുഷ്യരും ഈ റമദാനിൽ ഉണ്ടാവരുത്. ഏറ്റവും മിനിമം. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, 3ഉം 4ഉം 5ഉം ഒക്കെ ഖത്മോദാൻ പറ്റുന്നവരുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങളോട് വിട പറഞ്ഞു പോയ ദക്ഷിണ കേരളത്തിൽ ജീവിച്ചിരുന്ന വലിയ ആത്മീയ ഗുരുവാണ് ഉമൈനല്ലൂർ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ അൽ അംഫാസി അൽ ഖാദിരി അവർകൾ. പരിശുദ്ധ റമളാനിൽ മിനിമം 15 ഖത്ം ഓതിയിരുന്നവരാണ്. അവര് കിടക്കയിൽ കിടക്കുന്ന കാലത്ത് നെഞ്ചത്ത് മുസ്ഹഫ് വെച്ചുകൊണ്ട് ഓതുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. റമളാനിന്റെ പകലു ചെന്നാൽ സംസാരിക്കാൻ അവർക്ക് നേരമില്ല. അതാ നോമ്പ് തുറയോടടുക്കുന്ന സമയം അന്നത്തെ ഖത്മോ അന്നത്തെ ഖത്മിന്റെ പകുതിയിലോ നിർത്താനുള്ള തിരക്കിലായിരിക്കും. അവിടുന്ന് ഇപ്പോഴും കണ്ണിൽ നിന്ന് ചിത്രം മാഞ്ഞു പോയിട്ടില്ല. അതേ ആ കിടക്കയിൽ വീട്ടിൽ കിടന്ന് മാറത്തിങ്ങനെ മുസ്ഹഫ് വെച്ചിട്ട് കിടന്നുകൊണ്ടോതുന്ന ഉസ്താദിന്റെ രംഗം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്.
ഞാൻ എന്തിനാണത് പറഞ്ഞത്? ശാഫിഈ ഇമാമിന്റെ കാലത്ത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ കാലത്ത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരും അങ്ങനെയുണ്ട്. അവർ കിട്ടിയ സമയം മുഴുവനും ഖുർആൻ ഓതി റമളാനിനെ റമളാനായിട്ട് കണ്ട് നമ്മുടെ ഷെഡ്യൂൾ ചിട്ടപ്പെടുത്തണേ. ഓ സഹോദരങ്ങളെ, അത്താഴം കഴിക്കൽ സുന്നത്താണ്. ആ സമയത്ത് ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് ഒരു കാരക്കയെങ്കിലും കഴിക്കൽ, അത്താഴമായി കഴിക്കൽ സുന്നത്താണ്. ആ അത്താഴം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു 10 ഇസ്തിഗ്ഫാർ ചെയ്യണേ, പാപമോചനം തേടണേ. അത് വിശ്വാസികളുടെ ലക്ഷണമാണ്. അത് കഴിഞ്ഞ് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാനിൽ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഒരു 2 റക്അത്ത് സുന്നത്ത് പതിവാക്കിക്കൂടെ? അതൊരു വലിയ ഭാഗ്യമാണ്. രാത്രിയിലെ ഒരു 2 റക്അത്ത് നിസ്കാരം ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, പരലോകത്തേക്കുള്ള വലിയ നിധിയാണ്. അത് ശീലിക്കാമോ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹങ്ങളെക്കാളും വലുതാണ്. അത് റമളാനിലുമല്ലാത്തപ്പോഴും നമ്മൾ പതിവാക്കണേ. റമളാൻ വന്നാൽ റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ്. അത് നമുക്ക് വെളിച്ചമാണ്. 20 റക്അത്ത് തറാവീഹ് റാഹത്തായി നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസവും അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചും റമളാനിൽ നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴിയാണ്. പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള മാസമാണ് റമളാൻ. ഇപ്പൊ റമളാനിലെ മൊബൈൽ ഉപയോഗം നമ്മൾ ശരിക്ക് നിയന്ത്രിച്ചേ പറ്റും. നമ്മുടെ സമയം മുഴുവനും, മൂല്യം മുഴുവനും, കാഴ്ച മുഴുവനും, കേൾവി മുഴുവനും അപഹരിച്ചു കൊണ്ടുപോയി നന്മയിൽ നിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈലാണ്. അതുകൊണ്ട് റമളാനിലെ സോഷ്യൽ മീഡിയ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കാൻ ഇപ്പോൾ തന്നെ ഒരു പ്രതിജ്ഞ വേണം. എങ്കിലേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നില്ലേ? 1-2 മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചില്ലേ? അതേ മൊബൈലിൽ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഇല്ലേ? അൽ കഹ്ഫ് ഓതാൻ നേരം കിട്ടിയോ ചെറുപ്പക്കാരാ? അതേ മൊബൈലിൽ ഞാനും നിങ്ങളും അതേ സോഷ്യൽ മീഡിയയിലെ പല ആപ്പുകളും തുറന്നു നോക്കിയിട്ട് മെസ്സേജുകൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും കണ്ട ഇതേ മൊബൈലിലല്ലേ ഖുർആനിന്റെ ആപ്പുണ്ട്. പക്ഷേ അൽ കഹ്ഫ് ഓതാൻ നേരം കിട്ടിയില്ല. 100 കണക്കിന് വാട്സപ്പ് മെസ്സേജുകൾ നോക്കാൻ നേരമുണ്ടായി. അപ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രയോറിറ്റി എവിടെയാണ്? നമ്മളും നിങ്ങളും ഏത് ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ വ്യവഹാരങ്ങൾ എവിടെയാണ്? ഇതേ ഗതി തന്നെയാണ് റമളാൻ വരുമ്പോഴും. പരിശുദ്ധ റമളാനിൽ ഖുർആൻ ഒന്ന് ഖത്മാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാലല്ലാതെ നടക്കില്ല. ശഹറുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. ശഹറുൽ അഫ്വി വൽ ഗുഫ്റാൻ, വിട്ടുവീഴ്ചയുടെ പാപമോചനത്തിന്റെ മാസമാണ്. ശഹറുൽ മഗ്ഫിറത്തി വർ റിദ്വാൻ, നല്ല
മാസം നിങ്ങൾക്ക് കിട്ടി. രാത്രിക്ക് പകലിനേക്കാൾ, പകലിന് രാവിനേക്കാൾ ഒന്നിനൊന്നിന് മേന്മയുള്ള ഒരു മാസം നിങ്ങൾക്ക്. ഈ മാസത്തിൽ ഒരുപാട് ആനുകൂല്യം അല്ലാഹു ചെയ്തു. ഫുതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചു തന്നു. വൗഗ്ലിഖത്തിൻ നീറാൻ, നരകം അടച്ചിട്ടു. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെട്ടു. ഇത്രയും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടാണ് വിളിക്കുന്നത്. സ്വർഗം തുറന്നു നിങ്ങളെ മോഹനമായ വാഗ്ദാനങ്ങളോടെ വിളിക്കുകയാണ്. നരകം അടച്ച് നിങ്ങളുടെ ഭയം അകറ്റിയിരിക്കുകയാണ്. പിശാചിനെ കെട്ടിയിട്ട് നിങ്ങളെ വഴികേടാക്കുന്ന ശക്തിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് വന്നുകൂടെ? വലികുല്ലി സഈൻ സാലിഹിൻ ബാബുൻ വറബ്ബു സഈ മിൻഹു ദാഖിലുൻ ബിഅമാനി ബാബുൽ ജിഹാദി വദാക അലാ വബാ വസ്സൗമി യുദ്അൽ ബാബു ബിർറയ്യാനി. എല്ലാ സൽക്കർമ്മങ്ങൾക്കും പരിശുദ്ധ സ്വർഗത്തിൽ കവാടങ്ങളുണ്ട്. വലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ, ചില ആളുകൾ ആ സ്വർഗത്തിലെ എല്ലാ കവാടത്തിലൂടെയും വിളിക്കപ്പെടും. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ കവാടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിച്ചവർക്കുള്ള ശുഹദാക്കളുടെ കവാടമാണ്. പിന്നെയുള്ള കവാടം ഏതാണ്? ആ കവാടമാണ് യുദ്അൽ ബാബു ബിർറയ്യാനി, റയ്യാൻ എന്നൊരു കവാടം നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകം കരുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വരൂ വരൂ എന്ന് അല്ലാഹു വിളിക്കുകയാണ്. സ്വർഗം തുറന്നു വെച്ച് വിളിക്കുന്നു പടച്ചവൻ. നരകം അടച്ചു വെച്ച് ആശങ്ക അകറ്റിയിരിക്കുന്നു അല്ലാഹു. പിശാചിനെ കെട്ടിയിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ദേഹത്തിന്റെ ഇച്ഛയാണ്, വികാരമാണ്. അത് മാത്രം നിങ്ങളൊന്ന് നിയന്ത്രിച്ചാൽ മതി. ഫസ്രിഫ് ഹവാ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി. മോനെ, നീ നിയന്ത്രിക്കാനുള്ളത് നിന്റെ ഹവയേ ഉള്ളൂ. നിന്റെ തടിയെ നീ ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ആ നിയന്ത്രിക്കാനുള്ള ഇക്വേഷനാണ് നോമ്പ്. ഇംസാകുൻ മഖ്സൂസുൻ, നീ ഒന്ന് നിയന്ത്രിക്കണം. ഫീ വഖ്തിൻ മഖ്സൂസിൻ, പ്രത്യേകമായ സമയമല്ലേ റമളാൻ. ഈ റമളാനിൽ നീ ഒന്ന് നിയന്ത്രിച്ചാൽ നിനക്ക് സ്വർഗം നേടാം. ഒറ്റ പണിയേ ഉള്ളൂ, നമ്മുടെ തടീച്ചയെ നിയന്ത്രിക്കണം. അതെല്ലാത്തിലും നിയന്ത്രിക്കണം. ഭക്ഷണം വലിച്ചു വാരി കഴിക്കാൻ പാടില്ല, ആവശ്യത്തിന് കഴിക്കണം. അതറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ നയം എന്തായിരുന്നു എന്ന് നോക്കിയാൽ അതാ ഹദീസിൽ നമുക്ക് കാണാം. മറ്റൊന്നുമല്ല, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ. ഞങ്ങൾ ആരാണെന്നറിയുമോ? വിശന്നാലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ. ഞങ്ങളെ കഴിച്ചാൽ പള്ള നിറക്കാറില്ല. അതാണ് ഞങ്ങളുടെ സ്വഭാവമെന്ന് മദീനക്കാര് പറഞ്ഞു. റോമിൽ നിന്ന് കുറച്ച് ഡോക്ടർമാര് മദീനയിൽ വന്നു. ക്ലിനിക്ക് തുറന്നു. രോഗികളൊന്നും കാണാനില്ല. അപ്പൊ അവരവസാനം വീടുകളിലൂടെ ഇറങ്ങി രോഗികളുണ്ടോ എന്ന് കണ്ടെത്താൻ. ആപേക്ഷികമായി രോഗികളില്ല. അവർ ചോദിച്ചു, എന്തേ ഈ മദീനയിൽ ഇത്രമേൽ രോഗികളില്ലാത്ത ആരോഗ്യാവസ്ഥയുള്ളത്? അവര് പറഞ്ഞ മറുപടിയാണ്,
ഞങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കൂ. കഴിക്കുമ്പോൾ പള്ള നിറച്ച് കഴിക്കൂല. ഡോക്ടർമാര് പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നോമ്പ് തുറക്കുമ്പോ ഒരു ഭക്ഷണം, വിശപ്പടങ്ങി. ആ വിശപ്പടങ്ങിയിട്ട് വിശപ്പ് വരുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം. അങ്ങനെ ഇന്ന الطعام يقوي شهوة النهم. ഭക്ഷണം നിന്റെ ശരീരത്തിന് ഭാരമുണ്ടാക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിനക്ക് മടി നൽകും. അതുകൊണ്ട് ലളിതമായ ഭക്ഷണമാണ് നീ കഴിക്കേണ്ടത്. എന്നാൽ നിനക്ക് ആരോഗ്യമുണ്ട്, ഇബാദത്ത് ചെയ്യാൻ നിനക്ക് സാധിക്കും. തറാവീഹ് നമസ്കരിക്കുമ്പോൾ ഉറക്ക് വരാതിരിക്കും. ലളിതമായ ഭക്ഷണം ശീലിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് കാലത്താണ് നമ്മൾ നോമ്പെടുക്കുന്നത്? തിന്ന് കുടിച്ച് മുടിച്ചിട്ട് രോഗികളായ ഒരു പറ്റം ആളുകളുള്ള കാലം. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത പാവങ്ങളുള്ള ഒരു കാലം. ഇത് രണ്ടിന്റെയും ഇടയിലാണ് നമ്മുടെ നോമ്പുകാലം. ഒരു ഭാഗത്ത് തിന്ന് കുടിച്ച് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ അടിമകളായ ലക്ഷങ്ങളുള്ള കാലം. നമ്മുടെ നാട്ടിലെ മിക്ക രോഗങ്ങളുടെയും പേരെന്താ? ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്തതാണ് അതിലേറെയും. എന്നിട്ടോ എല്ലാ നിഅമത്തും ഉണ്ടായിട്ട് ദുനിയാവിന്റെ ഒരു സന്തോഷവും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകൾ എത്തി. മധുരം കൂട്ടാൻ വയ്യ, ഉപ്പ് കൂട്ടാൻ വയ്യ, പുളി കൂട്ടാൻ വയ്യ, എരി കൂട്ടാൻ വയ്യ. കുറഞ്ഞ കാലം കൊണ്ടെല്ലാം മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലെത്തുന്നു നമ്മൾ. കുറച്ചു കാലാണ്ട് തിന്നു മുടിക്കും, പിന്നണ്ട് എല്ലാം ബഹിഷ്കരിക്കേണ്ട കാലം. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ആരോഗ്യാവസ്ഥ ഇന്ന് എവിടെ? അതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്, ജീവിതശൈലി രോഗങ്ങളായി വരുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട ഒരു ഭക്ഷണക്രമമുണ്ട്. അതിലേറ്റവും പ്രധാനം മൂക്കുമുട്ട കഴിക്കാൻ പാടില്ല. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് എന്റെ പ്രസംഗം തുടങ്ങിയത്. പ്രിയമുള്ളവരെ, വിശപ്പിന്റെ നോവറിയുന്ന റമളാനാവണം. അപ്പോഴാണ് ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ഒരു ദുആ ഉള്ളിൽ നിന്ന് വരിക. അപ്പോഴാണ് ബംഗാളിലെ ദരിദ്ര ഗ്രാമങ്ങളിൽ ഒരു പൊതിച്ചോറും കൊണ്ടുള്ള വണ്ടി കാണുമ്പോൾ എല്ലാം മറന്നോടി വന്ന് മണിക്കൂറുകളോളം തിക്കും തിരക്കും കൂട്ടിയിട്ട് ഒരു പൊതി കിട്ടാതെ വരുമ്പോ ദയനീയമായി നിൽക്കുന്ന കുരുന്നുകളുടെ കാഴ്ച ഞങ്ങൾക്ക് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 യാത്രകളിൽ ജാബിർ സഖാഫി ഉസ്താദ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ രംഗമൊന്ന് ചോദിച്ചു നോക്കൂ. ഒഴിവുള്ളപ്പോ റോഡിൽ അവിടുന്ന് ഓഫീസിൽ പോയിട്ട് നോക്കൂ. റോഡിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരുന്ന രംഗങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പോയിട്ട് കേട്ടു നോക്കണം. അവിടെ എന്തായിരുന്നു? അവിടെ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഞങ്ങൾ ആ നാട്ടിൽ ഈ കഴിഞ്ഞ ബറാഅത്തിന്റെ രാവിലെ ഞങ്ങൾ ബംഗാളിലെ ഒരു ഗ്രാമത്തിലാണ്. അവരോട് ഞങ്ങൾക്ക് ബറാഅത്തിനെ കുറിച്ച് പറയാൻ തോന്നുന്നില്ല. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല, ദീൻ അറിയില്ല, ആണും പെണ്ണും വേറെ ആകണം എന്ന് അറിയില്ല. അവര് പാടത്ത് പണിയെടുത്ത് ക്ഷീണിച്ച് കുഴഞ്ഞു മറിഞ്ഞു വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യരോട് എന്ത് പറയാനാണ്? ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഗതിമുട്ടി നിൽക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറയാനാണ്? പാടത്ത് കിടന്ന് പണിയെടുത്ത് ചളി പുരണ്ടു വരുന്ന മക്കളോട് സ്കൂളിലേക്ക് പോകൂ മക്കളെ എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ എങ്ങനെ പശിയെടുക്കുമെന്ന് ആ മക്കള് ചോദിക്കുകയാണ്. ഈ അവസ്ഥയിൽ എത്രയെത്ര ഗ്രാമങ്ങളുള്ളപ്പോൾ അല്ലാഹു നമുക്ക് എന്തെല്ലാം നിഅമത്തുകളാണ് ചെയ്തത്. ആ നിഅമത്തിനെ ഓർക്കാനുള്ള മാസമാണ് റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നന്നാക്കി തരട്ടെ. ഖുർആൻ പാരായണം ചെയ്യാൻ, റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ സഹോദരങ്ങളും ഒരു 5 മിനിറ്റ് മുന്നോട്ട് വന്ന് നിന്നാൽ ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അറിയുമോ, ഈ വരുന്ന റമളാൻ തന്നെ നമ്മൾ എത്തിച്ചേരുമോ എന്നറിയില്ല. അതല്ലേ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ
وبلغنا رمضان. ഈ തൊട്ട് മുമ്പിലുള്ള റമദാനിൽ പോലും ഞാനും നിങ്ങളും എത്തൂ നമുക്ക് ഉറപ്പില്ല. അല്ലാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ, നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റമദാനിൽ നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തരുതേ. ചൂടായാലും പൊള്ളലായാലും ദാഹമായാലും ശുദ്ധിയും ബുദ്ധിയും വിവേകവുമുള്ള നമ്മളാരും ഒരു നോമ്പും നഷ്ടപ്പെടുത്തരുതേ. നോമ്പെടുക്കുന്നതിൽ ആവേശം വേണം. പരിശുദ്ധ റമദാനിലെ ഒരു നേരത്തെ നിസ്കാരവും ഖളാവരുത്. പുരുഷന്മാർ പരമാവധി പള്ളിയിൽ ജമാഅത്തായി തന്നെ ഫർളുകൾ നിസ്കരിക്കണം. ആ ഫർളുകൾക്കൊപ്പമുള്ള റവാത്തിബുകൾ മുടങ്ങാൻ പാടില്ല. ആ സുന്നത്തുകൾക്ക് ഫർളിന്റെ കൂലിയുള്ള മാസമല്ലേ. ഒരൊറ്റ വഖത്തിലെയും സുന്നത്തുകൾ നഷ്ടപ്പെടാതെ നോക്കണേ. എല്ലാ ദിവസവും പ്രിയമുള്ളവരെ ഒരു വഖത്ത് കഴിഞ്ഞിട്ടൊരു 4 പേജ് വീതം ഓതിയാൽ അതാ 20 പേജായി ഒരു ദിവസം പൂർത്തിയാക്കാൻ. സുബഹി കഴിഞ്ഞൊരു 4 പേജ്, ളുഹർ കഴിഞ്ഞൊരു 4 പേജ്, അസ്ർ കഴിഞ്ഞൊരു 4 പേജ്, മഗ്രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് അങ്ങനെ ഓരോ നിസ്കാരവും കഴിഞ്ഞൊരു 4 പേജ് വീതം ഓതിയാൽ ഇനി നിസ്കാരത്തിന് മുമ്പ് ഒരു 2ഉം ശേഷം ഒരു 2ഉം അങ്ങനെയെങ്കിലും ക്രമീകരിച്ച് ഒരു ജുസ് എങ്കിലും ഓതാത്ത ഒരു ദിവസവും റമദാനിൽ ഉണ്ടാവരുത്. അതാണ് ശഹറുൽ ഖുർആൻ. റമദാൻ ദാനധർമ്മങ്ങളുടെ മാസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൈനീട്ടിയ ഒരു പാവത്തെയും അവിടുന്ന് കൈമടക്കി തിരിച്ചുവിട്ടിട്ടില്ല, നിരാശരാക്കിയിട്ടില്ല. ഉള്ളതുപോലെ ദാനധർമ്മങ്ങൾ നൽകണേ. ദാനധർമ്മങ്ങളുടെ മാസമാണ് റമദാനായി. ഇപ്പൊ കുറെ ആളിങ്ങനെ ഇറങ്ങും, അതുകൊണ്ട് ഗേറ്റ് തുറക്കണ്ട എന്ന് തീരുമാനിക്കല്ലേ. ഇല്ലാത്തവർ, ആവശ്യക്കാർ ഉള്ളവരുടെ വീട്ടിലേക്കല്ലാതെ എവിടെ വരാനാ? അതുകൊണ്ട് ഉള്ളവരുടെ കവാടങ്ങൾ അടക്കല്ലേ, ഉള്ളതുപോലെ നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനായാൽ കിട്ടുന്നത് മുഴുവനും ധർമ്മം ചെയ്യുകയാണ്. അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാവർക്കും എവിടെയും ദാനധർമ്മമാണ്. നമ്മൾ ദാനധർമ്മങ്ങളിൽ, സാന്ത്വന പ്രവർത്തനങ്ങളിൽ, ഇഫ്താർ വിരുന്നുകളിൽ ഒന്നും നമ്മൾ അമാന്തം കാണിക്കരുതേ. സാധുക്കളായ ഞങ്ങൾ ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ആസാമിലും യുപിയിലും എംപിയിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പരമദരിദ്രരായ ആളുകൾക്ക് നോമ്പുതുറ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്ക് നോമ്പുതുറ നൽകി. ഇവിടെ വാൽപ്പാറയിൽ ഈ ഹസനാത്തിന്റെ ആഭിമുഖ്യത്തിൽ അതാ ഇവിടുത്തെ മുത്തഅല്ലിമുകളും ഉസ്താദുമാരും സംഘാടകരും ഈ നാട്ടിലെ ഗുണകാംക്ഷികളും ചേർന്ന് പല പ്രാവശ്യം ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. അവർക്ക് നോമ്പ് നോൽക്കാൻ നമ്മൾ ഭക്ഷണം കൊടുത്തേ കഴിയൂ എങ്കിൽ അവിടെ പോയിട്ട് നാളെ അന്വേഷിക്കണം അവർ നോമ്പെടുക്കുന്നുണ്ടോന്ന്. നമ്മൾ നോമ്പ് തുറ കൊടുക്കുമ്പോൾ കൊടുത്താൽ അവര് നോമ്പെടുക്കുമെങ്കിൽ നമ്മൾ നോമ്പ് തുറ സംഘടിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അത്താഴം കൊടുത്താൽ അവര് നോമ്പെടുക്കുമെങ്കിൽ നമ്മൾ അത്താഴം കൊടുത്തവരെ നോമ്പെടുപ്പിക്കണം. അങ്ങനെ അവർക്കൊരു സപ്പോർട്ടാവാൻ നമുക്ക് സാധിക്കണം. ഇതുപോലെ സാധുക്കളായ ഞങ്ങൾ, പാവങ്ങളായ ബംഗാളിലെ കുഞ്ഞുമക്കളും പ്രായഭേദമന്യേ ഉള്ളവരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന പാവങ്ങളുടെ ഗ്രാമത്തിൽ വലിയ വലിയ നോമ്പുതുറ സദ്യകൾ ഒരുക്കുന്നുണ്ട്. ഒരാൾക്ക് 120 രൂപയാണ്. ആ നോമ്പുതുറക്ക് ആവശ്യമായ
ആവശ്യമായ സാധനങ്ങൾ സജ്ജീകരിച്ചു കൊടുക്കാൻ കഴിവുള്ളവരൊക്കെ ആ പദ്ധതിയിൽ ചേരണം. അത് ജാബിർ സഖാഫി ഉസ്താദിനെ വന്ന് സമീപിച്ച് ഏൽപ്പിച്ചാൽ മതി. കഴിവുള്ളവർ ചെയ്ത് നമുക്കൊരായിരക്കണക്കിന് ആളുകൾക്ക് നൽകണം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷം എത്രയോ ആയിരങ്ങൾക്ക് കൊടുക്കാൻ ആളുകൾ സഹായിച്ചപ്പോൾ കഴിഞ്ഞു. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ആ ഗ്രാമങ്ങളിൽ പാവങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങളുടെ പൊതി എത്തിച്ചു കൊടുക്കുമ്പോ പെരുന്നാള് വന്നതുപോലെയാണ്. അറിയുമോ, ഉത്തരേന്ത്യയിലെ ചില ഗ്രാമത്തിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോ പാവങ്ങൾ വന്ന് കാലിലങ്ങ് വീഴും. ഞങ്ങൾ പറയും, നിങ്ങൾ കാലിൽ വീഴരുത്, ഞങ്ങളും നിങ്ങളും സഹോദരങ്ങളാണ്. അവര് കാലിൽ വീണത് നമ്മുടെ കാലിൽ വീണാൽ വലിയ പുണ്യമുള്ള ആളുകളെന്ന് കരുതിയിട്ടല്ല, എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാൽക്കലേക്ക് വീഴാന്ന് പറഞ്ഞാൽ അതൊരിക്കലും വേണ്ട കാര്യമല്ല. ഞങ്ങൾ ഗോവിന്ദപൂർ എന്ന ബീഹാറിന്റെ ബംഗാളിന്റെ ബോർഡറിലുള്ള ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോ അവിടുത്തെ മാസ്റ്റർജിയാണ്, ആകെ വിദ്യാഭ്യാസമുള്ള ഒരാളാ. അയാള് ഞങ്ങളുടെ കാൽക്കൽ വന്ന് വീണപ്പോ ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ കാലിൽ വീഴേണ്ട ആവശ്യമില്ല, പറയൂ സഹോദരാ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോഴാണ് ആ ഗ്രാമത്തിന്റെ ദയനീയത പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഈ കാലിൽ നിങ്ങൾ വീഴരുത്, ഞങ്ങൾ ഉള്ളപ്പോ നിങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഉടുത്തു മാറ്റിയ വസ്ത്രങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ പാവങ്ങൾക്ക് അവിടെ വിതരണം ചെയ്തപ്പോൾ കേരളത്തിൽ നിന്ന് ഉടുത്തു മാറ്റിവെച്ച വസ്ത്രം അലക്കി ഇസ്തിരിയിട്ട് കൊണ്ടു കൊടുത്തപ്പോ പുതുവസ്ത്രം പോലെ സ്വീകരിച്ച എത്രയെത്ര പാവങ്ങളാ അവിടെയുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾ എത്രയെത്ര പൈസയാ അടിച്ചു പൊളിച്ച് കളയുന്നത്. മോനെ, ഒരു 120 രൂപ കൊടുത്തിട്ടൊരു പാവത്തിന് നോമ്പ് തുറക്കാം, ഭക്ഷണം കൊടുക്കും മോനെ. എത്ര വലിയ കൂലിയാ നിനക്ക് കിട്ടുക, എത്ര വലിയ ഭാഗ്യമാ കൈവരിക്കാനാവുക. അല്ലാഹ്, റമളാൻ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം, നമ്മുടെ ശീലങ്ങൾ നന്നാക്കണം, തഖ്വയിൽ ജീവിക്കണം. ആരെയും പരദൂഷണം പറഞ്ഞ് റമളാനിന്റെ മഹിമയില്ലാതെയാക്കരുത്. ഏഷണി പറഞ്ഞ് ഉമ്മമാരെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും തേടിപ്പിടിച്ച് കുറ്റം പറഞ്ഞ് റമളാനിന്റെ മൂല്യം കളയണ്ട. തഖ്വയുള്ള ജീവിതത്തിൽ നിന്ന് വഴിമാറണ്ട. അല്ലാഹുവിനെ മറക്കണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ, തഖ്വയുള്ളവരിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്, ഞാനിപ്പോ ഈ ബംഗാളിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ വന്ന സഹോദരൻ അതാ ബാക്കിലുണ്ട്, ഇങ്ങോട്ട് വരട്ടെ. അതുപോലെ റഷീദക്കയുണ്ട്. അവിടേക്കൊക്കെ പലപ്പോഴും സഹായങ്ങൾ എത്തിച്ചു തരുന്നവരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈർ നൽകട്ടെ. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നോട്ടെ. അല്ലാഹുവേ, അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അറിയണോ? അവിടെ ചെന്ന് കാണുമ്പോഴേ അറിയൂ, അവസ്ഥ അറിയുമ്പോഴേ മനസ്സിലാകൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, തഖ്വ നമുക്ക് നസീബാക്കട്ടെ. ഉമ്മമാരെ, ഞാൻ എന്റെ മനസ്സിൽ തട്ടിയിട്ട് പറയാണ്, ഈ പരിശുദ്ധ റമളാനിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഫലസ്തീനിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അവിടുന്ന് മരിച്ചുപോയവർക്ക് സ്വർഗം കിട്ടാനും ജീവിച്ചിരിക്കുന്നവർക്ക് രക്ഷ കിട്ടാനും ഒന്ന് ദുആ ചെയ്യാനെങ്കിലും നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത്, നോമ്പുതുറയുടെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് ആ ഫലസ്തീനിലെ മക്കൾക്ക് റമളാൻ വരുന്നത് അറിയോ? ഇല്ല. വെള്ളിയാഴ്ചയാണെന്ന് അറിയോ? ഇല്ല. രാവിലെയായെന്നറിയോ? ഇല്ല. വൈകുന്നേരമായെന്നറിയോ? ഇല്ല.
അതുപോലെ ഒരു തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ കൊണ്ടിലല്ലേ കഴിയുന്നത്. അല്ലാ, അവരെ സലാമത്താക്കണം അല്ലാ, രക്ഷപ്പെടുത്തണം അല്ലാ. അവരെ അരുങ്കൽ ചെയ്യുന്ന അക്രമികളായ ജൂത പരിശകളെ നീ കൈകാര്യം ചെയ്യണം അല്ലാ, നീ പരാജയപ്പെടുത്തണം അല്ലാ. اللهم صل على محمد يا ربي صل عليه وسلم